വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഈ അടിപൊളി ഡ്രസ്സ് കിട്ടോണ്ട് ഞാൻ അടുക്കള കയറി തീയും പോകാൻ കൊള്ളണോ മനുഷ്യ? എടി പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എന്തോ തിന്നുവെന്നായി പറയുന്നത്? ചേട്ടൻ സ്നഗ്ഗിന്ന് ഓർഡർ ചെയ്യും. ഏത് നിന്റെ 90 വയസ്സായി കിടപ്പിലായ അപ്പൂപ്പനാണോ ഡി സ്നഗ്ഗി ഓർഡർ ചെയ്യാൻ പറഞ്ഞത്? നിങ്ങളെന്തോന്നായി പറയുന്നത്? അല്ല, നീ സ്നഗ്ഗി ഓർഡർ ചെയ്യാൻ പറഞ്ഞോണ്ട് പറഞ്ഞത്? ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ ചേട്ടാ ഇപ്പോഴീ പുതിയ പിള്ളേരൊക്കെ ഈ ബൈക്കിന്റെ പുറകിൽ പെട്ടി ഓട്ടോറിക്ഷ വെച്ചോണ്ട് വരത്തില്ലേ ഫുഡ്? എടി അത് സ്നഗ്ഗി അല്ലെന്നും, അത് സ്വിഗ്ഗി. എനിക്കറിയാം. എന്തുവാ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഒരു ആഗ്രഹവും സാധിച്ചു തരത്തില്ലല്ലോ. പണ്ട് എനിക്കൊരു ആമ്പൽപ്പൂ വേണമെന്ന് പറഞ്ഞപ്പോ ഉടുമുണ്ടുരിഞ്ഞ് കളഞ്ഞ് ആമ്പൽക്കുളത്തിൽ ചാടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേലും ആ ആമ്പൽക്കുളത്തിലെ മീൻ ഇപ്പോഴും നല്ല ഓർമ്മയാണ്. ചുമ്മാ അല്ല, ഞാൻ ആ കുളത്തിന്റെ അതുവഴി പോകുമ്പോ മീനൊക്കെ റൂട്ട് മാറി പോകുന്നത്. അതങ്ങ് പോട്ടെ. നമ്മള് പ്രേമിച്ചു തരുന്ന സമയത്തേ നിങ്ങൾ എന്റെ ബർത്ത്ഡേക്ക് രാത്രി ഗിഫ്റ്റ് കൊണ്ട് എന്റെ ജനലിന്റെ അവിടെ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്ന് എന്നിട്ട് എനിക്കൊരു ഉമ്മ തന്നത് മറന്നുപോയോ? ഞാനോ? സോറി, അത് നിങ്ങളല്ല, അകലത്തായിപ്പോയല്ല നിന്നെ പിടിച്ചത്. രാത്രി എന്റെ കിണറ്റിലിട്ട് നിന്നെ ഞാൻ കലക്കൂടാണ്. നീ ലോകത്തുള്ള പണ്ടത്തെ കാര്യമെല്ലാം ഓർത്തിരിക്കുവാന്നല്ലോടി. ഇനി നമ്മൾ പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ടടി. നിന്നെ കാണാൻ ഒരു ദിവസം പാതിരാത്രിക്ക് ഞാൻ നിന്റെ വീട്ടിൽ വന്നു. നിന്റെ ആങ്ങളമാർ എന്നെ റബ്ബർ മരത്തെ കെട്ടിയിട്ടു. എന്നിട്ട് എന്തുവാന്നോ ചേട്ടാ കണ്ടോ? ഇതെന്തോ ചേട്ടാ താമരശ്ശേരി ചുരോ? താമരശ്ശേരി ചുരമല്ല, രാവിലെ റബ്ബർ വെട്ടാൻ വന്നു മാർക്ക് ചെയ്തിട്ട് പാലെടുക്കാൻ നോക്കിയത്. അത്രയ്ക്ക് ദുഷ്ടന്മാരല്ലോടി നിന്റെ ആങ്ങളമാര്. നിങ്ങൾ നല്ലവരും എനിക്കറിയാം. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിയുമ്പോ ഉടനെ എന്റെ വീട്ടുകാരെ കുറ്റം പറയും. അതെന്റെ ആഗ്രഹം സാധിച്ചായിരിക്കല്ലോ. നിന്റെ ആഗ്രഹം എന്തുവാടി ഞാൻ സാധിച്ചു തരാതിരുന്നിട്ടുള്ളത്? കല്യാണം കഴിച്ചിട്ട് നീ പറഞ്ഞു മൂന്നാറിൽ നീലക്കുറിഞ്ഞ് പൂത്തത് കാണാൻ പോണമെന്ന് പറഞ്ഞു. 3 ദിവസം മൂന്നാറിൽ പോയി താമസിച്ചില്ലേടി നമ്മള്? 3 ദിവസവും താമസിച്ചു. ആ 3 ദിവസവും ഞാൻ കണ്ടത് ആ ഹോട്ടലിലെ സീലിംഗ് ഫാൻ കടന്ന് കറങ്ങുന്നതല്ലാതെ നീലക്കുറിഞ്ഞ് പൂത്തത് ഞാൻ കണ്ടില്ല. ഞാനൊട്ട് പൂത്തോ അതും ഇല്ല. നിനക്കിപ്പോ എന്തുവാ വേണ്ട? പുറത്തുനിന്ന് ഫുഡ് മതി, അതുപോലെ ഞാൻ എന്തൊരു കഷ്ടമാണ്. നല്ലൊരു ദിവസമായിട്ട് നോക്ക് എന്തുവാ വേണ്ട നോക്ക്. ചേട്ടാ ഈ പിരമിഡ് മേടിച്ച് നമുക്ക് ഇട്ടോട് കഴിച്ചാലോ? എടി അത് പിരമിഡല്ല, നെയ് റോസ്റ്റ് കുമ്പിള് കുത്തി വെച്ചേക്കുന്ന ആള്. വേറെ നോക്കുന്നു. ഇതെന്തോ കിഴങ്ങറി ദോശക്കകത്ത് പൊതിഞ്ഞ് വെച്ചേക്കുന്നേ? എടി ബ്ലാങ്കോത്തി, അതാണ് മസാല ദോശ. മസാല ദോശ മതിയോ? മസാല ദോശ തിന്നാനുള്ള ആഗ്രഹമൊന്നും എനിക്കുണ്ടാവും തോന്നുന്നില്ല. നിങ്ങൾ ചുമ്മാ വെറുതെ മസാല പറയാതെ മൊത്തം കിഴങ്ങാന്ന്. നിങ്ങളുടെ കാര്യമല്ല, മസാല ദോശക്കകത്ത് മൊത്തം കിഴങ്ങാന്ന്. എടി പിന്നെ എന്തുവാ വേണ്ടെന്ന് നീ പറ. എനിക്ക് ഇന്ന് എന്തോലും ഒന്ന് കടിച്ച് പറിക്കണം. നീ എന്റെ ബുക്കിൽ ഏറ്റവും കുത്തിവെ പഠിപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളില്ലയോ? നിങ്ങളെ കടിച്ച് പറിക്കുന്ന ആരെയല്ല പറഞ്ഞത്. എനിക്ക് നോൺ വെജ് മതി. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി. പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലയോ? എന്തുവാ പ്ലാന്? എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീര പ്ലാനാണ്. ഒരാളും ഇതുവരെ ചിന്തിക്കാത്ത പ്ലാനാണ്. നമ്മുടെ ആദ്യ രാത്രി ഇന്ന് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇന്നും കള്ളു പിടിച്ചിട്ട് കടക്കപ്പായ പിടുക്കാനാ പ്ലാന്? അതാണ് പറഞ്ഞത്. എടി പഴയ സിനിമകളൊക്കെ വളരെ HD ക്വാളിറ്റിയിൽ 2Kയിലും 4Kയിലും ഒക്കെ റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആദ്യ രാത്രിയും ഇന്ന് ഞാൻ റീമാസ്റ്റർ ചെയ്ത് അങ്ങോട്ട് ഇറക്കും. അങ്ങോട്ടാണ് ആകെ 3 MB ഉള്ളവനാ 2Kയുടെ 4Kയുടെ കഥ പറയും. ഒരു ചെറിയ ഷോർട്ട് ഫിലിം കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്തോലും കാണും, പക്ഷേ എനിക്ക് തരാന്ന് പറഞ്ഞ സാധനം തന്നില്ല. തന്നല്ലോ മതിയോ? അയ്യോ ഇതല്ല, എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് റിങ് തരാന്ന് പറഞ്ഞായിരുന്നു. ഓ സോറി, ഞാൻ മറന്നുപോയി. അതാരാ വിളിക്കുന്നേ? എടുക്കണ്ട, ഞാൻ തന്ന റിങ് അത്. തൽക്കാലം പൈസ ഇല്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. ആകാശം മുട്ട വളർന്നല്ലോളൂ. ഇപ്പോഴും ഈ ബാലിശ കോമഡി കളയാറായില്ലയോ? ഞാൻ ഈ സ്പോട്ടിൽ അടിക്കുന്ന ആളായതുകൊണ്ട് എന്തോ കിട്ടിയാലും വെച്ചടിക്കും ഞാൻ. എനിക്കറിയാമല്ലോ. നീ ഇങ്ങോട്ട് വന്നേ. പാഴ്സൽ വന്നു കേട്ടോ. ബിരിയാണി വന്നു. പൈസ വീട്ടിൽ കൊണ്ട് തരാനാ, അല്ലാതെ നിനക്ക് പകുതിക്ക് വരെ ഇട്ടിട്ട് പോകാനല്ല കേട്ടോടാ. കൊച്ചോട് വഴക്കുണ്ടാക്കാതെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. എനിക്കൊന്ന് കടിച്ച് പറിക്കണം പെട്ടെന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഉമ്മാർ കൊണ്ടുതരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നാടി കഴിക്ക്. ഞാനാണ് കഴിക്കണം. നീ കഴിച്ചോ. വിളമ്പട്ടെ വരട്ടെ. ആകപ്പാടെ ഒരു ബിരിയാണി ഉണ്ട്, അത് വിളമ്പാൻ ഇനി വരട്ടെ എന്നോ? വേണ്ട, ഞങ്ങൾ തന്നെ വിളമ്പി കഴിച്ചോളാം. കേട്ടോ? അത് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ സുരേന്ദ്രൻ ചേട്ടൻ അല്ലയോ? ഏത് നമ്മൾ എപ്പോഴും ചീത്ത വിളിക്കുന്ന സുരേന്ദ്രനോ? അയാളെന്താ ഇങ്ങോട്ട് വരുന്നത്? ഇനി മിക്കവാറും ബിരിയാണിയുടെ മണം അടിച്ചിട്ട് വരുമായിരിക്കും. കിടക്കുന്ന കിടപ്പ് കേട്ടോ. ഇന്ന് രാവിലെ തല നിർത്തി നോക്കി നിന്ന് ഞാൻ തൊട്ടു തീർന്നാന്നേ. എന്താ കാണിക്കുക? എടാ മഹാബാബി, ഇത് എന്തുവാടാ ഇത്? ഇത് ഈന്തപ്പ
അപ്പനാ ഇയാൾക്ക് കണ്ണ് കാണാൻ പാടില്ല, വാഴയല്ലോ ഇത്. എടാ എന്റെ പറമ്പിൽ കയറി വാഴ വെട്ടാൻ നിന്നോട് ആരാടാ പറഞ്ഞത്? അല്ല ചേട്ടാ, ഞാനേ ഒരില വെട്ടാൻ വേണ്ടി വന്നതാണേ, ക്ഷമിക്കണം. ഞാൻ ഇല പിടിച്ചപ്പോ ഇത് മറിഞ്ഞു വീണു, അപ്പൊ പിന്നെ മൂടോടിഞ്ഞ് വെട്ടി, സോറി. എന്താ സോറി ഇത്? എടാ എന്റെ അച്ഛന്റെ കുഴിമാടത്തിന് മുകളിൽ നിന്ന് ഞാൻ നട്ടു വളർത്തിയ വാഴയാടാ ഇത്. ഈ വെട്ടിയത് അറിയാമോ? അയ്യോ, അച്ഛന്റെ കുഴിമാടത്തുനിന്ന് വാഴയായിരുന്നു ഇത്. ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. അത് ചോദിച്ചിട്ട് വെട്ടത്തില്ലായിരുന്നോടാ? അച്ഛൻ ചത്തുപോയില്ലേ, പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാ? അതല്ലേ പറഞ്ഞത്. എടാ ഞാൻ ഇതിനെ വളർത്തുന്നത് വെറും വാഴയായിട്ടല്ല, പിന്നെ എന്റെ അച്ഛനായിട്ടാ വളർത്തുന്നത്. എന്റെ അച്ഛൻ വാഴയാടാ കിടക്കുന്നത്, എന്റെ അച്ഛൻ വാഴ. ആ, ജീവിച്ചിരുന്നപ്പോ അച്ഛൻ പറഞ്ഞത് മോനാ വാഴ, അതിപ്പോ മോൻ എന്ന് പറയുന്നു അച്ഛനാ വാഴ. സത്യത്തിൽ ആരാ വാഴ? എന്നും രാവിലെ വൈകിട്ടും വെള്ളം ഒഴിച്ച് എന്റെ അച്ഛനെ ദാഹം മാറ്റി 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 വളർത്തിയെടുത്തയാളാ ഞാൻ അറിയാം. ഓ, എന്നും രാവിലെ ഇവൻ വെള്ളം ഓച്ചു വന്ന്. എടാ, ജീവിച്ചിരുന്നപ്പോ അങ്ങാർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്തവനല്ലോടാ നീ. ആര് പറഞ്ഞു? ഞാൻ നല്ലതായിട്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടല്ലോ അച്ഛനെ. ഓ, കുടിപ്പിച്ചിട്ടുണ്ട്, വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. നീ ഇത് കേൾക്കണം. ഒരു ദിവസം ഇവന്റെ അച്ഛൻ വയ്യാതെ കിടന്ന് മോനെ ഇച്ചിരി വെള്ളം താടാ എന്ന് പറഞ്ഞപ്പോ അങ്ങാരെ പൊക്കി കിണറ്റിലിട്ടവനല്ലോടാ നീ. അത് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് തികയത്തില്ലല്ലോ. ആ, എന്നിട്ട് ഇവന്റെ അച്ഛനെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചത് ഞാനാ. കരയിലോട്ട് കൊണ്ടുവന്നപ്പം വയറ് കാണണം വീർത്തിരിക്കുക, പൊറോട്ടയ്ക്ക് മാവ് കുഴച്ച് വെച്ചതുപോലെ. ഞാനാ വയറ്റി പിടിച്ച് 2 ഞെക്കും, വായിന്ന് വെള്ളം തേടി ഇങ്ങനെ ചീറ്റുവാ. ആ വെള്ളച്ചാട്ടം കാണാൻ നാട്ടുകാരെ പാസ് എടുത്ത് കയറ്റിയവനായി. അതിന് വീട്ടിലൊരു അത്ഭുതം നടക്കുന്നു. ഓസക്കാരിലും കാണിക്കാൻ പറ്റുമോ രമണി? ചോദ്യം മൊത്തം ഞാനും ഉത്തരം മൊത്തം രമണിക്കുവാന്നോടാ. നിന്റെ പ്രൊഫസറാണോടാ ഈ നിൽക്കുന്നത്? അയ്യോ അയ്യോ ദൈവമേ, എന്റെ അച്ഛന്റെ കൂമ്പ് പാടി കിടക്കുന്നത്. അയ്യോ അയ്യോ, ഇതെന്നൊരു തേൻ കുടിക്കാൻ പോലും ഞാനൊരു വാവലിനെ സമ്മതിച്ചിട്ടില്ല. ഇതിന് കൈ വന്ന് വിരുന്ന് വിളിക്കാനൊരു കാക്കയെ ഞാൻ സമ്മതിച്ചിട്ടില്ല. വാഴ നനയുമ്പോ ചീര നനയെന്ന് പറഞ്ഞ എന്റെ പെണ്ണുമുള്ള ഇതിന്റെ ചുവട്ടിൽ ഒരു ചീര നട്ടു, അത് ഞാൻ മൂട്ടി വെട്ടി കളഞ്ഞു. എന്റെ അച്ഛന്റെ കീഴിൽ ഒരു ചീരയും വളരണ്ട. അങ്ങനെ പരിപാലിച്ച് നടന്ന് എന്റെ അച്ഛനായത്. ഹലോ, എന്റെ അച്ഛനെ വെട്ടിയിട്ടേക്കുന്നത് ഇതുപോലെ വെട്ടി കൊല്ലുവിടാണ്. സുരേന്ദ്രണ്ണ, പ്രശ്നം ഉണ്ടാക്കരുത്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. എന്താണ് ഈ നല്ല ദിവസം? ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. എത്രാമത്തെ? 5ാമത്തെ. അല്ല, ഇവരെത്രാമത്തെയാ? എടാ, 8 കൊല്ലം പ്രേമിച്ചിട്ട് ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണ് ഇത്. തോന്നിയ ദിവസം പറഞ്ഞ ചെവിക്കല്ലി അതിൽ പൊട്ടിക്കും ഞാൻ. പൊട്ടിക്കൂടാ ഞാൻ. പൊട്ടിക്കും ഞാൻ. അടിക്കും ഞാൻ. അടിക്കും ഞാൻ. അടിച്ചിടോ. ആ, തുപ്പരുത് തുപ്പരുത് തുപ്പരുത്. ആ, മുറിവെ തുപ്പരുത്. ഉള്ള കാര്യം ഞാൻ പറയാം. എന്റെ മുറ്റത്ത് വന്ന് എന്റെ മുറ്റത്ത് വന്ന് നീ എന്തിനാടി ഇറക്കി? നീ എന്തിനാടി മാറി? നീ എന്തിനാടി ഇറക്കി? നീ എന്തിനാടി ഇറക്കി? അയ്യോ, നാട്ടുകാരെ ഓടി വായോ. ആകപ്പാട് ഒരു ബിരിയാണിയോളോ നാട്ടുകാരെ വിളിച്ചാൽ കൊടുക്കാനില്ല. കാലമാണ് ബിരിയാണി കാര്യമല്ല. അയാളാണ് നിന്നെ വെട്ടിപ്പിടുത്താൻ പോവാ. അയ്യോ, വെട്ടില്ല നിന്റെ വെട്ടോളായിരുന്നു. സോറി അച്ഛാ, അത്ര വെട്ടി നീ എന്നോടാ കളിക്കുന്നത്? സുരേന്ദ്രണ്ണോ, എന്തുവാ ആ മനുഷ്യൻ ഒരു വട്ടമല്ലാതെ വെട്ടിയുള്ളൂ. നിങ്ങൾ അത്ര കഞ്ഞാ മുഞ്ഞാന്ന് വെട്ടിക്കൂട്ടിയല്ലോ. ഒന്നും ചെയ്യാനില്ല. മര്യാദയ്ക്ക് നിന്റെ വാഴം കൊലയൊക്കെ എടുത്തോണ്ട് പോകണം, എന്നിട്ട് ഇവിടെ വൃത്തിയാക്കി തരണം. എന്റെ പെണ്ണുപിള്ളയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളൊരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇവിടുത്തെ പ്ലേറ്റിൽ ഒഴിച്ച് കഴിച്ചോളാം. നീ പറഞ്ഞേ നിന്റെ വാഴം കൂമ്പ് കൊലയൊക്കെ എടുത്തോണ്ട് പോകണം, ഇവിടെ വൃത്തിയാക്കി തരണമെന്ന്. അല്ല, അത് കഴിഞ്ഞൊരു സംഭവം പറഞ്ഞായിരുന്നു. എന്റെ പെണ്ണുപിള്ളയുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അതല്ല, അത് ഞാൻ കേട്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ വേറെ സംഭവം പറഞ്ഞായിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും ഒരു പ്ലേറ്റ് ഉള്ളു ഇവിടെ. പ്ലേറ്റ് അല്ലെന്ന് വേറെ എന്തോ ഒരു സംഭവം പറഞ്ഞായിരുന്നു. ഞങ്ങളൊരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എനിക്ക്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പെങ്ങളെ. ഞാനെന്തോ മനുഷ്യനായത്. നല്ലൊരു സംഭവം നടക്കുമ്പോ ഇവിടെ വന്ന് അലമ്പുണ്ടാക്കുക, നാശം ഉണ്ടാക്കുക, ഒരു മഹാഭാവിയാ ഞാൻ. ഞാൻ പറഞ്ഞില്ലേ, സുരേന്ദ്രൻ പെട്ടെന്ന് ചൂടാകും. ഇതുപോലെ തങ്കപ്പെട്ട മനസ്സുള്ള ഒരു മനുഷ്യൻ ഞങ്ങളൊന്ന് ആശീർവദിക്കണം. ആശീർവദിക്കാം. പ്രിയമുള്ളവരെ, 5ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് എന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആശംസിക്കുക. അന്നപ്പോക്കോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചെറിയ അങ്ങനെ പോകാൻ പറ്റും. ഞാൻ അതിഥിയല്ലയോ, അതുകൊണ്ട് അതിഥി ദേവോ ഭവ, അതിഥിയെ സൽക്കരിക്കണമെന്നാ പറഞ്ഞു. അത് സൽക്കരിക്കാൻ ഞങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ വിളപ്പിത്താ. അയ്യോ, അണ്ണാ ഇവിടെ പ്ലേറ്റ് ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു പ്ലേറ്റില്ല കഴിക്കുന്നത്. പ്ലേറ്റ് ഇല്ല. ഇത് മതി. അല്ല, ഇത് അങ്ങനെ അച്ഛനാണല്ലേ പറഞ്ഞത്. അച്ഛനൊക്കെ ഓടുക പോ അവിടെ പോയി. ചേട്ടാ, ഒരെണ്ണേ ഉള്ളൂ, ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. പാകത്തി എടുക്കണോ ഞാൻ? അവൻ പകുതി കഴിക്കട്ടെ, ഇല്ലെങ്കിൽ അവനെ വെട്ടി പിരുന്ന് കളയോ. വെള്ള സാധനം എടുത്ത ചുണ്ണാമ്പ്. അയ്യോ, ഇത് ചുണ്ണാമ്പല്ല, ഇതാണ് മൊണാലിസ. മയോണൈസ്. ചുവന്ന ക്ലോസപ്പ് വെച്ചിട്ട് ക്ലോസപ്പ് പറഞ്ഞു. ക്ലോസപ്പ്? അയ്യോ, ഇത് ക്ലോസപ്പ് അല്ല, ഇതാണ് ടൊമാറ്റോ സോസ്. തക്കാളി ചാറ്.
ഏടാ ആ. 5 കൊല്ലം കല്യാണം കഴിച്ചിട്ടൊക്കെ ആ, മക്കളൊക്കെ മക്കളൊക്കെ അല്ല മക്കളൊക്കെ ആയോ? അല്ലേട്ടാ ഞങ്ങൾക്ക് 5 കൊല്ലമല്ല ആയിട്ടുള്ളൂ. നമുക്കിപ്പോ ഒരു ചെറിയ ഗ്യാപ്പ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുവാണ്. അങ്ങനെ ഗ്യാപ്പ് ഇടില്ല, അടുത്ത് ഇരിക്കണം എപ്പോഴും. പിന്നെ അല്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഇല്ല, എനിക്കൊരു പ്രശ്നമില്ലാണ്. നോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞില്ല, പിള്ളേർക്ക് വേണ്ടേ? സംഭവം ഞങ്ങളൊന്ന് സെറ്റിൽ ആവണ്ടേണ ഒന്ന് സാമ്പത്തിക. അത് തെറ്റില്ലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5-6 പിള്ളേരൊക്കെ വേണം, 5 കൊല്ലം ആയില്ലോ. അണ്ണാ അത് സമയത്ത് ആയിക്കോളൂ. അല്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് പിള്ളേരില്ലാത്ത ഇയാൾക്കാണോ ഇത്ര പ്രശ്നം? മര്യാദക്ക് ഞണ്ടിട്ട് പോകാൻ നോക്കും. അത് സൂപ്പർ സൂപ്പർ. ആ സൂപ്പർ. ഇവിടെ ബിരിയാണി പിന്നെ ഓസുക്ക് വന്ന് നിന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ. കൈ എഴുതുന്ന എവിടാ? ഇതിന് താഴോട്ട് കഴിയാൽ മതി. കൈ എഴുതാ വെള്ളം വെച്ചേക്കുന്ന എവിടാ? പുറത്തിരിപ്പുണ്ട്. പുറത്ത് വെള്ളം കൊണ്ട് നടക്കാൻ നീ തൊട്ടോ? എന്റെ പുറത്തോട്ടല്ല, വീടിന്റെ പുറത്ത് വെള്ളം ഇരിപ്പുണ്ട്, പോയി കഴുകും. ഇതിലെ വീട്ടിലോട്ട് പോയത് ഞാൻ വന്നേക്കാം. ആരോടാ പറഞ്ഞേ? എന്റെ ആമ്പക്കത്തിനോട് എന്റെ ബിരിയാണി മൊത്തം തിന്ന് തീർത്തു. എടി, അവൻ പകത്തില്ല, അവൻ വെട്ടിപ്പെരുക്കൊന്നു. നിനക്ക് ബിരിയാണി ആണോ ഇഷ്ടം, അതോ എന്നെ പിരിപിരിപിരിന്ന് വെട്ടുന്ന കാണാനാണോ ഇഷ്ടം? എനിക്ക് ബിരിയാണി ആയിട്ട് കേട്ടിരിക്കുന്നത് തിന്നെ കൊണ്ട് വരുതരി. എന്തായാലും ഒരു കാര്യം, ഇതുപോലൊരു ബിരിയാണി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞിട്ടേ അവര് പ്രത്യേകം പ്രിപ്പയർ ചെയ്ത ബിരിയാണി, അതാ ഇത്രയും ടേസ്റ്റ്. ഈ ചിക്കൻ എന്നോട് പറഞ്ഞായിരുന്നു, അത്രയ്ക്ക് സൂപ്പർ ബിരിയാണി. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും ഇരിക്കേ. ഞാൻ പറഞ്ഞില്ലേടി അണ്ണ നമുക്ക് വിളമ്പി തരും. അപ്പോഴേ എനിക്ക് ഒരുപാട് ഇത് ഇഷ്ടപ്പെട്ടു. അല്ലല്ലണ്ണ. നല്ല സാധനമാണ്. ബാക്കി ഞാൻ വീട്ടിൽ കൊണ്ട് കഴിച്ചോളാം. അയ്യോ അതുകൊണ്ട് അതാണ് മൊത്തം കൊണ്ടുപോകുന്നു. ഞാൻ ഇനി എന്തോ എടുത്ത് കടിച്ചു പറിക്കും. എടി നിനക്ക് എന്തോലൊന്ന് കടിച്ചു പറിച്ചാ പോരെ, ഇവനെ കടിച്ചു പറിക്കണി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മോളെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.